ശബരിമലയിലെ ദ്വാരപാലക സ്വർണ്ണപ്പാളിയുടെ ഭാരം കുറഞ്ഞതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. സത്യം വെളിച്ചത്ത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ദ്വാരപാലക ലോഹപ്പാളികളുടെയും പീഠത്തിന്റെയും ഭാരം കുറഞ്ഞ സംഭവം ഗൗരവതരമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. 3 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ റിപ്പോർട്ട് നൽകണമെന്നാണ് വിജിലൻസ് ഓഫീസർക്ക് കോടതിയുടെ നിർദ്ദേശം. രേഷ്മ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ. രേഷ്മ, ഏറ്റവും നിർണായകമായ ഒരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ദേവസ്വം ബോർഡിന് ഇരട്ടി പ്രഹരവും. അതെ അനു, അതായത് നേരത്തെ തന്നെ ഈ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളിയുടെ വെയിറ്റും അതോടൊപ്പം തന്നെ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അവ്യക്തത നിലനിന്നിരുന്നു. അന്വേഷണം വേണമെന്നുള്ള ഒരു നിലപാടും നേരത്തെ ഹൈക്കോടതി സ്വീകരിച്ചതാണ്. ഇന്ന് വീണ്ടും ചില മാസ്റ്റർരേഖകൾ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഹൈക്കോടതിയിൽ ഹാജരാക്കി. അത് പരിശോധിച്ച സമയത്താണ് വലിയ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. അതായത് ദ്വാരപാലക സ്വർണ്ണപ്പാളി അതോടൊപ്പം തന്നെ പീഠം എന്നിവയുടെ ഭാരം കുറഞ്ഞിരിക്കുകയാണ് ാണ് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് 3 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കാൻ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സത്യം വെളിച്ചത്ത് വരണം, ഒപ്പം തന്നെ വിഷയം ഗൗരവകരമാണ് എന്നും ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും പരാമർശം ഉണ്ടാകുകയും ചെയ്തു. അതായത് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് 1999 കാലഘട്ടത്തിൽ തന്നെ സ്വർണം പൊതിഞ്ഞവയായിരുന്നു ഈ ദ്വാരപാലക പാളികളും അതോടൊപ്പം തന്നെ പീഠവും. എന്നാൽ പിന്നീട് ഇപ്പോഴത്തെ നിലവിൽ അറ്റകുറ്റപ്പണി ഏറ്റെടുത്തിട്ടുള്ള സ്പോൺസർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയിൽ വീണ്ടും സ്വർണ്ണപ്പാളികളിൽ ഉൾപ്പെടെ സ്വർണം പൊതിയാനായിട്ട് 2019 വർഷം നൽകുകയും ചെയ്തു. 2019 സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് മുൻപ് ഈ പാളികളുടെയും പീഠത്തിന്റെയും മൊത്തം ഭാരം എന്ന് പറയുന്നത് 42.8 കിലോഗ്രാം ആണ്. പക്ഷേ അറ്റകുറ്റപ്പണി കഴിഞ്ഞ് തിരികെ സന്നിധാനത്ത് ഈ പാളികളും അതോടൊപ്പം തന്നെ പീഠവും എത്തിച്ചപ്പോൾ മൊത്തം ഭാരം കണക്കാക്കി ആ രേഖകളിൽ പെടുത്തിയിരിക്കുന്നത് 38.258 കിലോഗ്രാം എന്നാണ്. 4.5 കിലോയോളം ഭാരമാണ് കുറഞ്ഞിരിക്കുന്നത്. ഈ 4.5 കിലോഗ്രാം എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ ദേവസ്വം ബോർഡിന് മറുപടിയില്ല. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഹാജരാക്കിയ മാസ്റ്റർ രേഖകളിലും ഇല്ല. ഇതിലാണ് ഹൈക്കോടതി വിശദമായിട്ട് തന്നെ അന്വേഷണം വേണമെന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ സ്ട്രോങ് റൂമിൽ ഉണ്ടെന്ന് പറയുന്ന ദ്വാരപാലകരുടെ മറ്റൊരു സെറ്റ് സ്വർണ്ണപ്പാളിയുണ്ട്, പീഠവുമുണ്ട്. ഇത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമേ അതിന്റെ വിവരം അറിയൂ. ദേവസ്വം ബോർഡിനും അറിയത്തില്ല, ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർക്കും അറിയത്തില്ല. ഇക്കാര്യത്തിലും അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ വിവാദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ഇപ്പോഴത്തെ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ കൈവശം ഇരിക്കവേ തന്നെയാണ് 2019 4.5 കിലോയോളം ഭാരം കുറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിലാണ് മറുപടി അനിവാര്യമായിട്ടുള്ളത്. കണക്കുകളിലെ വൈരുദ്ധ്യമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാരം എങ്ങനെ കുറഞ്ഞു, എത്ര സ്വർണം പോയി, ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി ദേവസ്വം ബോർഡ് നൽകിയേ മതിയാകൂ. എന്തായാലും പെട്രോൾ ഒന്നും അല്ലല്ലോ ഭാരം കുറയാനെന്നുള്ള പരിഹാസം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി വിശദമായിട്ട് തന്നെ ഈ റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ട്രോങ് റൂമിൽ ഇപ്പോൾ നിലവിൽ കണ്ടെത്താത്ത ദ്വാരപാലകരുടെ ഒരു സെറ്റ് സ്വർണ്ണപ്പാളിയും അതോടൊപ്പം തന്നെ പീഠവും അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താനും ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും 4.5 കിലോയോളം ഭാരമാണ് നിലവിൽ ഈ പീഠത്തിന്റെയും അതോടൊപ്പം തന്നെ സ്വർണ്ണ പാളികളുടെയും കുറഞ്ഞിരിക്കുന്നത്. അതും സ്മാർട്ട് ക്രിയേഷൻസിന്റെ കൈവശം ഇരിക്കവെയാണ്. ഇക്കാര്യത്തിൽ മാസ്റ്റർ രേഖകളിൽ പറയുന്നത് തിരികെ സന്നിധാനത്ത് 2019 സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ എത്തിച്ച സമയത്ത് 38 കിലോഗ്രാമോളം 38.238 കിലോഗ്രാം ഭാരമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 4.5 കിലോഗ്രാം എവിടെ വെച്ച് കുറഞ്ഞു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും 1.25 മാസം കൈവശം വെച്ചിരുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. അവിടെ ആ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് 42 കിലോഗ്രാമോളം ഭാരമുണ്ടായിരുന്ന ദ്വാരപാലക സ്വർണ്ണപ്പാളിയുടെയും പീഠത്തിന്റെയും ഭാരമാണ് 38.238 കിലോഗ്രാമിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഇതിൽ കൃത്യമായിട്ട് മറുപടി പറഞ്ഞേ മതിയാകൂ. കാരണം ഈ തിരുവാഭരണം കമ്മീഷണർ കൃത്യമായിട്ട് അറ്റകുറ്റപ്പണി നടത്തി
നടത്തുന്ന സമയത്താണെങ്കിലും അത് കൊടുക്കുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും ഒക്കെ ആ രേഖകളിൽ, മാസ്റ്റർ രേഖകളിൽ അതിന്റെ ഭാരം, എത്ര സ്വർണം ഉപയോഗിച്ചു, കൊണ്ടുപോകുന്ന സമയത്ത് സ്വർണത്തിന്റെ അളവ് ഇതടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ ഈ 4.5 കിലോഗ്രാമോളം ഭാരം, ഈ ലോഹപ്പാളിയുടെ ഭാരം എവിടെ കുറഞ്ഞു എന്ന കാര്യത്തിൽ മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും തന്നെയാണ്. എന്തായാലും 3 ആഴ്ച സമയമുണ്ട്. അതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയതിനു ശേഷം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. അനു, രേഷ്മ, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരോ ബന്ധപ്പെട്ടവരോ ഇക്കാര്യം ഇതുവരെ എന്തുകൊണ്ടാണ് അറിയാത്തതെന്ന് കോടതി ചോദിച്ചിരുന്നല്ലോ. അത് അറിഞ്ഞിട്ടും അറിയാത്തതായി ഭാവിച്ചതാണോ, അതോ നേരിട്ട് ഇതിൽ പങ്കുള്ളതാണോ, എന്താണ് എന്ന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. തീർച്ചയായും വിജിലൻസ് അന്വേഷണത്തിൽ ഈ സത്യം പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഈ ഭാരക്കുറവ് കണ്ടെത്തിയിരുന്നു, എന്നിട്ടും ഇവർ ഇത് എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ ഇക്കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്ന് കൂടി കോടതി ചോദിക്കേണ്ടതല്ലേ? അനു, നിലവില് ഇപ്പോൾ ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റിയ സംഭവം അത് ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് മാത്രമാണ് ഈ വിഷയത്തിൽ ഇതിനു മുൻപ് സ്വർണം പൊതിഞ്ഞതിന്റെ, സ്വർണം പൂശിയതിന്റെ രേഖകൾ ഹൈക്കോടതി പരിശോധിച്ചത്. അതിന്റെ രേഖകൾ നിർബന്ധിതമായിട്ട് തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടി വന്നത് വിജിലൻസിന്റെ സെക്യൂരിറ്റി ഓഫീസർക്കാണ്. അത് പിടിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് സമർപ്പിക്കപ്പെട്ടത്. പക്ഷേ ദേവസ്വം ബോർഡിന് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ എടുത്തു കൊടുത്ത സമയത്ത് അതിന്റെ ഭാരമൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ തിരികെ കൊണ്ടുവന്ന സമയത്ത് ഈ ഭാരം കുറയുകയും ചെയ്തു. മറ്റൊന്ന്, ഈ സ്വർണം 99 കാലഘട്ടത്തിൽ പാരമ്പര്യമായിട്ടുള്ള രീതി അല്ലെങ്കിൽ പരമ്പരാഗത രീതിയിലാണ് പൊതിഞ്ഞിട്ടുള്ളത്. പിന്നീട് എന്തിനാണ് 19 കാലഘട്ടം 2019 ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയിന്മേല് സ്വർണം പൊതിയാനായിട്ട്, അതും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വർണം പൊതിയാനായിട്ട് കൊടുത്തയച്ചത് എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് ഈ രേഖകൾ, കൈവശമുള്ള രേഖകൾ ഒരു ഇമെയിലിലൂടെ പറഞ്ഞിട്ടുള്ള ദ്വാരപാലകരുടെ ഒരു സെറ്റും പീഠവും ഇപ്പോഴും സ്ട്രോങ് റൂമിലുണ്ട്. പക്ഷെ അത് ഇതുവരെ ദേവസ്വം ബോർഡിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും തിരുവാഭരണം കമ്മീഷണറുടെ കൈവശമിരിക്കുന്ന രേഖകളിലും മാസ്റ്റർ രേഖകളിലും അടക്കം കൃത്യമായിട്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമില്ല. എന്തായാലും ഇതിൽ വീഴ്ച പറ്റി എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് ഈ ഒരു വിഷയത്തിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയുള്ളത് ഈ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ പരിശോധന നടത്തിയതിനു ശേഷം സ്ട്രോങ് റൂമിലുള്ള വകകൾ, അതിന്റെ ഈ നിലവിലെ ദ്വാരപാലക പാളികളുടെ സെറ്റുകൾ, പീഠം എന്നിവയുടെ ഭാരം പരിശോധിക്കണം. തിരുവാഭരണം കമ്മീഷന്റെ പക്കലുള്ള മാസ്റ്റർ രേഖകൾ വീണ്ടും പരിശോധിക്കണം. ഒപ്പം തന്നെ ഈ 2019 സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയ സമയത്ത് അതിന്റെ മാസ്റ്റർ രേഖകളിൽ കൃത്യമായിട്ട് ഈ ബന്ധപ്പെട്ട അധികൃതർ നിന്നുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് രേഖപ്പെടുത്തുന്നത് ഭാരം ഉൾപ്പെടെയുള്ളവ. ആ കണക്കുകളിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡിന് ഇക്കാര്യങ്ങളിൽ കൃത്യമായിട്ട് മറുപടി ഇന്ന് പറയാൻ സാധിച്ചിട്ടില്ല. വരും ദിവസം, അതായത് 3 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഈ വിഷയം പരിഗണിക്കുന്ന സമയത്ത് ഒരു സത്യാവാങ്മൂലം ഫയൽ ചെയ്യാനാണ് സാധ്യത എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അനു.